മക്കളുടെ വിവാഹം പ്രൗഢിയോടെ നടത്തുവാൻ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നൊരു കല്യാണമായിരുന്നു മുംബൈയിൽ പോയ വാരം നടന്നത്. മകളുടെ വിവാഹ ചടങ്ങിന്റെ ഭാഗമായി 13 നിർധന കുട്ടികൾക്ക് പുതുജീവൻ സമ്മാനിച്ചാണ് ഉല്ലാസ് നഗറുകാരുടെ ഉണ്ണിയേട്ടൻ മാതൃകയായത്. വിവാഹത്തെ ആഘോഷമാക്കി നാട്ടുകാരും സുഹൃത്തുക്കളും. ഇച്ഛാശക്തിയും അർപ്പണബോധവും കൈമുതലായുള്ള ഇടത് സഹയാത്രികനായ കൃഷ്ണൻകുട്ടി നായർ ഉല്ലാസ് നഗറുകാരുടെ സ്വന്തം ഉണ്ണിയേട്ടനാണ്. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിക്കുമ്പോഴും ജീവിതത്തിലെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന മനുഷ്യസ്നേഹി. ഏകമകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്ത സൽക്കർമ്മം 13 നിർധന കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയയിലൂടെ പുതുജീവൻ സമ്മാനിക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രകീർത്തിച്ച ഹൃദയവിശാലത. എന്നും ഉണ്ണിയേട്ടൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇന്നൊരു ആവേശകരമായ അനുഭവമായിരുന്നു. കാരണം ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളാക്കി മാറ്റാതെ ഉണ്ണിയേട്ടൻ ചെയ്ത് അത്തരം ദുഃഖങ്ങൾ വരുന്ന സമൂഹത്തിൽ മറ്റുള്ള ആളുകളെ തേടുകയും അവിടെ സഹായമായി എത്താൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആഡംബരങ്ങൾ ഒഴിവാക്കി അശരണർക്ക് താങ്ങാകാനെടുത്ത തീരുമാനം മാതൃകാപരമായിരുന്നു. ഇന്ന് അഞ്ജുഷയുടെ കഴുത്തിൽ ശ്രീരാജ് മിന്നുകിട്ടുമ്പോൾ ഒരു നാട് മുഴുവനാണ് ചടങ്ങിനെ ആഘോഷമാക്കിയത്. ആയിരക്കണക്കിന് ആളുകൾ ആശംസകളുമായി എത്തിയ അപൂർവ സംഗമം. മലയാളികളെ കൂടാതെ ഇതര ഭാഷക്കാരും ഉണ്ണിയേട്ടന്റെ മകളുടെ വിവാഹത്തെ കെങ്കേമമാക്കാനെത്തി. ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയാലും തിരിച്ച് വിത്തൗട്ട് ഇനി എന്തെങ്കിലും ഇല്ലാണ്ട് വരാൻ പറ്റില്ല. മുമ്പിൽ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ കേരളത്തിലെ ചളവറയിൽ നിന്നെത്തിയത് ബന്ധുക്കളും കൂട്ടുകാരും അടങ്ങുന്ന 500ഓളം പേരാണ്. അഞ്ചി മുംബൈ 500 എപ്പിസോഡിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയ കൃഷ്ണൻകുട്ടി നായർക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയത് ലോകമെമ്പാടുമുള്ള മലയാളികളാണ്. കൃഷ്ണൻകുട്ടി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാ പൊതു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആള്. കുട്ടിയെന്ന് വെച്ചിങ്ങ നൃത്തത്തിന്റെ ആ ഒരു അരങ്ങേറ്റത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നല്ലൊരു മുഹൂർത്തം എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കാന്നുള്ളത് വളരെ വലിയ കാര്യം. അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ വരട്ടെ, നന്മ വരട്ടെ. തന്റെ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടുവെങ്കിലും നിരവധി കുരുന്നുകൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഉണ്ണിയേട്ടൻ. എൻ്റെ മോളുടെ കല്യാണം അത്ര ആർഭാടമായിട്ട് നടത്താൻ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഇപ്പോഴും ചെയ്തിട്ടുമില്ല. അതിനേക്കാൾ കൂടുതൽ ആ കുട്ടികൾക്ക് 10-13 കുട്ടികൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയുള്ള ആത്മസംതൃപ്തിയാണ് എനിക്കും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കും ഈ ഉല്ലാസകരിലെ എല്ലാ നിവാസികൾക്കും. ഭർത്താവിന്റെ നിഴലായി എന്നും ഒപ്പമുണ്ടായിരുന്ന ജ്യോതിയുടെയും മകൾ അഞ്ജുഷയുടെയും പിന്തുണയോടെയാണ് സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ണിയേട്ടൻ ഇടപെടുന്നത്. എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് അച്ഛന്റെ മോളായിട്ട് പിറന്നതിൽ. കാരണം 13 കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് ഉണ്ണിയേട്ടൻ തീരുമാനിച്ചപ്പോൾ മോളുടെ വിവാഹം ചുരുങ്ങിയ നിലയിൽ നടത്തിയാൽ മതിയെന്ന് വിചാരിച്ച് ഞാനും അതിന് പൂർണ്ണ സന്തോഷത്തോടുകൂടെ സമ്മതിച്ചു. മാറിയ കാലത്ത് ചിന്തകളും മാറേണ്ട സമയമായെന്നാണ് പ്രശസ്ത സിനിമാ സീരിയൽ താരം ശരത് അഭിപ്രായപ്പെട്ടത്. കുടുംബസമേതമാണ് തലേ ദിവസം ശരത് ഈ മംഗളകർമ്മത്തിന് എത്തിച്ചേർന്നത്. നമ്മളെല്ലാം സ്നേഹത്തോടെ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന ആ ഉണ്ണിയേട്ടൻ സ്വന്തം മകളുടെ കല്യാണം നടത്തുന്നതിന് മുമ്പ് 13 കുട്ടികളുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് സ്വന്തം മകളുടെ വിവാഹം നടത്തുന്നത്. ആ എമൗണ്ട് ആ പാവങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത, ആ അനുഗ്രഹം എന്ത് തന്നെയായാലും ജ്യോതിയോപ്പൾക്കും മഞ്ജുഷയ്ക്കും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലമുറകൾ മാറിക്കഴിഞ്ഞു, ചിന്തകൾ മാറിക്കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും, ഞാനിപ്പോൾ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറ മാറണം. കാരണം അണിയിച്ചൊരുക്കിയിട്ടല്ല ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തേണ്ടത്. അനുഗ്രഹിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് വിടുമ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവുക. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു വളർന്ന പ്രിയ സുഹൃത്ത് ഉണ്ണിയെക്കുറിച്ച് പറയുമ്പോൾ ചളവറ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായി വിരമിച്ച ഗോവിന്ദരാജന്റെയും രാമദാസിന്റെയും വാക്കുകളിൽ അഭിമാനം നിറഞ്ഞു നിന്നു. ചളവറയിലെ ഏത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഏത് സമയത്തും ഓടി വന്ന് അതിലിടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് ചളവറക്കാർക്ക് ഉണ്ണിയെ അറിയാം. ഇത് ചളവറയിൽ മാത്രമല്ല, ഞങ്ങൾക്ക് പത്രങ്ങളിൽ നിന്നും മറ്റ് കൂട്ടുകാരിൽ നിന്നും അറിയുന്ന കാര്യമാണ്. ഉണ്ണി മനുഷ്യത്വപരമായ കാരുണ്യപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ താൻ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കഴിവിനപ്പുറം തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുക, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, തൻ്റെ സമ്പത്തിൻ്റെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല പങ്ക് അതിനു വേണ്ടി മാറ്റിവെക്കുക, ഇങ്ങനെയുള്ള വളരെ ഒരു നിറഞ്ഞ മനസ്സുള്ള, തുറന്ന മനസ്സുള്ള, സ്നേഹം നിറഞ്ഞ ഒരു നല്ല വ്യക്തിയാണ്
ഇത്തരമൊരു സുഹൃത്തിനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ണി ഉല്ലാസ് നഗറുകാരുടെ മാത്രമല്ല ചളവറക്കാർക്കും പ്രിയങ്കരനാണെന്നാണ് സുഹൃത്ത് രാധാകൃഷ്ണൻ പറഞ്ഞത്. ഉത്തമനായ മനുഷ്യസ്നേഹിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സുഹൃത്തും ബന്ധുവുമായ ശശിധരനും അഭിമാനം. ഉത്തമനായ ഒരു മനുഷ്യസ്നേഹി എന്ന രീതിയിൽ ഉണ്ണിയുടെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ്. ഭാര്യ സഹോദരൻ ജയപ്രകാശിന് ഉണ്ണിയേട്ടൻ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവുന്നില്ല. ഉണ്ണിയേട്ടൻ ഇവിടെ ബോംബെയിൽ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ്. ആത്മീയ കാര്യങ്ങളിലും കൃഷ്ണൻകുട്ടി നായർ മുന്നിലുണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഗുരുസ്വാമി വർമ്മയ്ക്ക്. കുന്നഞ്ചാത്ത് ശങ്കരൻ നായരുടെയും പാറയ്ക്കൽ തങ്കമ്മയുടെയും 7 മക്കളിൽ 4-മനായ ഉണ്ണിയുടെ സാമൂഹിക സേവനം മറുനാടൻ മലയാളികൾക്ക് എക്കാലത്തും മാതൃകയാണ്. നന്മ പറ്റാത്ത ചിലരെല്ലാം ഇനിയും സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യമാണ് അകലങ്ങളിൽ എവിടെയോ ഇരുന്ന് 13 കുരുന്നുഹൃദയങ്ങളിലൂടെ പ്രസരിക്കുന്ന നന്മയുടെ സ്പന്ദനങ്ങൾ.